നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്തിന് ഒരുപാട് മികച്ച സൂപ്പർ താരങ്ങളെ സമ്മാനിച്ചിട്ടുള്ള രാജ്യമാണ് ബ്രസീൽ. അവിടെ നിന്നും ഉയർന്നു വരുന്ന മറ്റൊരു പ്രതിഭയാണ് എസ്റ്റവായോ വില്യൻ. മെസ്സിഞ്ഞോ എന്ന് വിളിപ്പേരുള്ള ഈ 17കാരൻ ബ്രസീലിയൻ ക്ലബ്ബായ പാൽമറാസിന് വേണ്ടി മിന്നുന്ന പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ എല്ലാവരും തന്നെ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നു. താരത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസി വിജയിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രമുഖ ജേർണലിസ്റ്റായ ഫാബ്രിസിയോ റൊമാനോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് മെസ്സിഞ്ഞോ ചെൽസിയുമായി പേഴ്സണൽ അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ക്ലബ്ബായ പാൽമറാസുമായി ചെൽസിക്ക് അഗ്രിമെന്റിൽ എത്തുകയാണ് വേണ്ടത്. 30 മില്യൺ യൂറോ താരത്തിന് വേണ്ടി ചിലവഴിക്കാൻ ചെൽസി തയ്യാറായെന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബാഴ്സലോണ, PSG, ആഴ്സണൽ എന്നിവർക്കൊക്കെ ഈ ബ്രസീലിയൻ താരത്തിൽ താല്പര്യമുണ്ടായിരുന്നു. ഇതിൽ PSG താരത്തിന് വേണ്ടി ഒരു ഓഫർ നൽകിയിരുന്നുവെങ്കിലും അത് നിരസിക്കപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ ബാഴ്സലോണയിലേക്ക് ചേക്കേറാനായിരുന്നു മെസ്സിഞ്ഞോക്ക് ആഗ്രഹമുണ്ടായിരുന്നത്. ബാഴ്സ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്നല്ലാതെ ഓഫറുകളൊന്നും നൽകിയിരുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ബാഴ്സ ഓഫർ നൽകാതിരിക്കുകയായിരുന്നു. 30 മില്യൺ യൂറോ ചിലവഴിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ മെസ്സിഞ്ഞോയെ ബാഴ്സലോണക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ ബാഴ്സ ഓഫറുകൾ ഒന്നും നൽകാത്തത് കൊണ്ട് തന്നെ മെസ്സിഞ്ഞോ മറ്റു ക്ലബ്ബുകളെ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതനായി. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ചെൽസിയുമായി പേഴ്സണൽ അഗ്രിമെന്റിൽ എത്തിയിട്ടുള്ളത്. 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം അഥവാ 2025 സമ്മറിൽ മാത്രമാണ് അദ്ദേഹം ചെൽസിയോടൊപ്പം ജോയിൻ ചെയ്യുക. അതുവരെ ബ്രസീലിയൻ ക്ലബ്ബായ പാൽമറാസിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുക. ബ്രസീലിന്റെ അണ്ടർ 17 ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്തി ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു താരം കൂടിയാണ് മെസ്സിഞ്ഞോ. ചെൽസി അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തും, വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകുമൊക്കെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.